സജ്ജനങ്ങളെ, ഇത് എൻ്റെ 12ാമത്തെ പുസ്തകമാണ്, നവോത്ഥാന സാരഥികൾ എന്നുള്ളത്. ഞാനിത് എഴുതാൻ ഉദ്ദേശിച്ചത് വിദ്യാലയത്തിലെ വിവിധ പ്രോഗ്രാമുകൾ അതെങ്ങനെയെല്ലാം ചെയ്യാം എന്നതിനെപ്പറ്റി എൻ്റെ ആലോചനയിൽ നിന്ന് വന്നതാണ്. പ്രശ്നോത്തരി, ഉപന്യാസങ്ങൾ, പ്രസംഗം, സെമിനാർ തുടങ്ങി എല്ലാവിധ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് അനുചിതമായൊരു പുസ്തകമായിരിക്കും എന്ന്. PSC പരീക്ഷ എഴുതുന്നവർക്ക് പോലും ഈ പുസ്തകം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം അതിൻ്റെ ആദ്യത്തെ ഭാഗമായ നിർമ്മലാനന്ദ യോഗി, ബ്രഹ്മാനന്ദ സ്വാമി, യോഗിനി മാതാവ് തുടങ്ങിയ എല്ലാവരുടെയും കാര്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അവസാനത്തെ അധ്യായത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വേറെയും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുസ്തകമാണിത് എന്നാണ്, പ്രത്യേകിച്ച് വളരുന്ന തലമുറയ്ക്ക്. പിന്നെ ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് യുക്തിബോധം വളർത്തുക എന്നാണ്. യുക്തിചിന്ത, അതാണ് നമുക്ക് ഇന്ന് കൈമോശം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് കൈമോശം പെടുന്ന ഈ വസ്തുക്കളെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ വസ്തുതകളെ മനസ്സിലാക്കാൻ ഈ പുസ്തകം ഉപകരിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, സാരഗ്രാഹി മാസികയുടെ മുകളിൽ തന്നെ മുമ്പ് എഴുതിയിരുന്ന എന്താണ്, നീരം ചേർത്തിയിടുകിലും ക്ഷീരം മാത്രം ഗ്രഹിക്കുമരയെന്നും മനുഷ്യനതുപോലെ യുക്തിയ സാരം കൈക്കൊണ്ട സാരമേറിയണമെന്ന. മനുഷ്യന്മാർ സാരം മാത്രം മനസ്സിലാക്കി തെറ്റായ കാര്യങ്ങളെ ത്യജിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ യുക്തിയുക്തമുപാദേയം വചനം ബാലകാദവി അന്യതൃണമിവത്യാജ്യ യത്നം പത്മജന്മന. ദൈവം പറഞ്ഞാൽ പോലും യുക്തിയുക്തമായ കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ, അല്ലാത്തതൊക്കെ തൃണം പോലെ ഉപേക്ഷിക്കണം എന്ന് തന്നെ. ഇത് തന്നെയാണ് ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ കുഴിച്ചൊരു കൂപത്തിലെ അപ്പൂപ്പു വെള്ളമെന്നാകിൽ കൂടി സപ്രമാദം കുടിച്ചീടണമെന്നുണ്ടോ അല്പമാലോചിക്കൂ ജ്ഞാനപ്പെണ്ണെ. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ അൺക്രിറ്റിസൈസ്ഡ് തോട്ട് നോട്ട് ഈവൻ ദി ആറ്റം ബോംബ് വിച്ച് ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ എന്ന അവിമൃഷ്ടമായ ചിന്തയാണ് ആറ്റം ബോംബിനേക്കാൾ അപകടകരം. എത്രയോ ശ്രദ്ധേയമായ ഒരു വസ്തുതകളാണത്. ഞാൻ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത ശ്രദ്ധിച്ചപ്പോൾ അതിലൊരു സംഭവം, അതായത് അർജുന, ഞാൻ പറയുന്നത് നീ വിമർശന ബുദ്ധിയാ കേട്ടതിന് ശേഷം നിനക്കെന്തോ ഇഷ്ടം അത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതമമ്മയ വിമർശയിതത ശേഷേണ ഏതേച്ഛസി തഥാ ഗുരു. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിവിധ രീതിയിൽ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹമാകെ പിളർന്നിരിക്കുകയാണ്. ക്രിസ്ത്യൻ ഞാൻ, ഹിന്ദു ഞാൻ, ഇസ്ലാം എന്നും വ്യത്യാസം വെച്ചു വിവാദിപ്പത് സത്യമറിയാത്ത കാരണത്താലാണ്, സത്യമൊന്നാകുന്നു ജ്ഞാനപ്പെണ്ണെ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കവിതയല്ലേ ഇത്. പിന്നെ എന്തും ആലോചിച്ചു ചെയ്തുവെന്നാൽ സന്താപത്തിനിട വന്നിടില്ല. അല്ലേ, സന്താപം, ദുഃഖം എന്ത് നമ്മൾ ആലോചിച്ച് ചെയ്യാന്നുള്ള ആലോചന മഹാബന്ധു പാർത്താൽ ആലോചിക്കാത്തവൻ പെട്ടുപോകും. അല്ലേ, ഇത് വളരെ ശ്രദ്ധേയമായ ഉപദേശങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ കുട്ടികൾ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ധാരാളം കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ പറയുന്നത്, കൂടെ പിറന്നോരും ബന്ധുക്കളും നാടും ധനങ്ങളും വീടും ഒന്നും കൂടെ വരില്ലഹോ കൂടുപതിക്കുമ്പോൾ നേടിക്കൊള്ളുകാനന്ദം ജ്ഞാനപ്പെണ്ണെ. ആനന്ദം നേടാൻ വേണ്ടിയാണ് ഈ ജീവിതം. പിന്നെ കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ആണും പെണ്ണും അല്ല ഞാനും നീയും കാണി നേരം കളയാതെ സുഷുപ്നാഗ്രെ വാണാൽ മഹാസുഖം ജ്ഞാനപ്പെണ്ണെ. എല്ലാം ബ്രഹ്മാനന്ദ സ്വാമിയുടെ 16 പുസ്തകങ്ങളിൽ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഭിക്ഷാടനം ചെയ്താൽ പുണ്യമെങ്കിൽ ഭിക്ഷക്കാരെല്ലാവരും പുണ്യവാന്മാർ. അല്ലേ, ഭിക്ഷാടനം ചെയ്താൽ എല്ലാവരും പുണ്യാച്ചാൽ ഭിക്ഷക്കാരെല്ലാവരും പുണ്യവന്മാരല്ലേ. പിന്നെ അദ്ദേഹം ചോദിച്ചു, ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും ക്ഷേത്രത്തിൻ പൂട്ടു തുറക്കുകയില്ല, ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല ജ്ഞാനപ്പെണ്ണേ. പിന്നെ പറയാ, ദൈവം തരുമെന്ന് ചൊല്ലിച്ചിലർ
കൈവെടിഞ്ഞിടുന്നു യജ്ഞത്തിനെ. ദൈവം കൃഷി ചെയ്തു ചോറ് വാരിത്തര, കൈവല്യ വേല ചെയ് ജ്ഞാനപ്പെണ്ണ്. അതായത് ദൈവം നമ്മൾക്ക് കൃഷി ചെയ്ത് ചോറ് വാരിയൊന്നും തരികയില്ല, നമ്മൾ നമ്മുടേതായ കർത്തവ്യം ചെയ്യണം. പിന്നെ മനസ്സിനെ അടക്കുക എന്നുള്ളതാണ്. ഭുക്തിക്കും കീർത്തിക്കും മുക്തിക്കും പിന്നെ സർവസിദ്ധിക്കും മുഖ്യം ദൈവം ചിത്തം. ദുഃഖം തന്നെ മനസ്സടങ്ങാഞ്ഞാൽ. മനസ്സിനെ അടക്കിക്കില്ലേ ദുഃഖം തന്നെയാണ്. മുഖ്യമായ ദൈവം എന്ന് പറയുന്നത് ചിത്തം, നമ്മുടെ മനസ്സാണ്. അതേപോലെ ഈ കാര്യം ഞാൻ നിർമ്മലാനന്ദ യോഗിയുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ ഒരു നിമിഷ കവിയെ അദ്ദേഹം പറഞ്ഞു, കാശിയിൽ ദൈവമില്ല മക്കളെ, മക്കത്തും ദൈവമില്ല. ദൈവം ഇരിപ്പത് ഹൃത്തിലാണേ, ഹൃത്തടമെപ്പോഴും സ്വസ്ഥമാക്കൂ. നമ്മുടെ ഹൃത്തടം, മനസ്സിനെ സ്വസ്ഥമാക്കുക, നിർമ്മലമാക്കുക, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഏതായാലും ആലത്തൂർ സിദ്ധാശ്രമവുമായി ബന്ധപ്പെട്ടത് എനിക്ക് ധാരാളം മഹാത്മാക്കളെ കാണാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രസാദക്കുറിപ്പ് എഴുതിയ സി ബാലചന്ദ്രൻ സാറാണ്. അതേപോലെ ഈ പുസ്തകത്തിന് ഒരു 2 വാക്ക് എഴുതി തന്ന മറ്റൊരു നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സാറുണ്ട്, വിജയൻ വി ആനന്ദ്. അതുപോലെ ഈ പുസ്തകത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കെ പത്മദാസ്. കെ പത്മദാസ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അതേപോലെ കെ വി കുട്ടികൃഷ്ണൻ സാർ, ഞാൻ അദ്ദേഹം ഒന്നിച്ചായിരുന്നു കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇവർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഹൃത്തിൽ അടിയുറപ്പിച്ച് വിശ്വസിപ്പിച്ച് ഇനിയുള്ള ശാസ്ത്രീയ ചിന്തഗതികൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.